പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സംസ്ഥാന വയോജന കമ്മീഷനിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ താൽക്കാലിക ജോലി അവസരങ്ങളെ കുറിച്ചുള്ള വീഡിയോ ആണിത്. പരീക്ഷയില്ലാതെ നേരിട്ടുള്ള ഇന്റർവ്യൂ വഴി ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം ലഭിക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ സംസ്ഥാന വയോജന കമ്മീഷനിൽ വിവിധ തസ്തികകളിലായി വന്നിട്ടുള്ള പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക്, +2 യോഗ്യതയുള്ളവർ, ഡിഗ്രി യോഗ്യതയുള്ളവർ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വ്യത്യസ്ത തസ്തികകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിയമനം നടക്കുന്നത് ഓഫീസ് അറ്റൻഡന്റ് അടക്കമുള്ള തസ്തികകളിലേക്കാണ്. അതും ഇന്റർവ്യൂ മുഖേന തന്നെയാണ്. അതിനാൽ ഈ ഒരു അവസരത്തെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഒഴിവുള്ള തസ്തികകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേരള സംസ്ഥാന വയോജന കമ്മീഷനിൽ 3 തസ്തികകളിലേക്കാണ് ഇന്റർവ്യൂ വഴി താൽക്കാലിക നിയമനം നടത്തുന്നത്. അസിസ്റ്റന്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ഓഫീസ് അറ്റൻഡന്റ്. നിയമനം ദിവസവേതന അടിസ്ഥാനത്തിലാണ് ഇവിടെ നിയമനം നടത്തുന്നത്. കാലാവധി എന്ന് പറയുന്നത് 3 മാസമാണ്. ഇനി നമുക്ക് തസ്തികയും അതിന്റെ യോഗ്യതയും എന്തൊക്കെയാണെന്ന് നോക്കാം. അസിസ്റ്റന്റ് തസ്തികയിലേക്ക് 2 വാക്കൻസിയാണ് ഉള്ളത്. ഇവിടെ യോഗ്യതയായിട്ട് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്കാണ് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അടുത്ത തസ്തിക കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തസ്തികയാണ്. ഇവിടെ 1 വാക്കൻസിയാണ് ഉള്ളത്. ഈ ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് വാക്കൻസിക്ക് വേണ്ടിയിട്ട് യോഗ്യതയായിട്ട് പറയുന്നത് +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ മലയാളം, ഇംഗ്ലീഷ് ലോവർ ഷോർട്ട് ഹാൻഡ് ആൻഡ് ഇംഗ്ലീഷ് ലോവർ ടൈപ്പിംഗ് പഠിച്ചിരിക്കണം. നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അടുത്തത് ഓഫീസ് അറ്റൻഡന്റ് ആണ്. ഇവിടെ ഓഫീസ് അറ്റൻഡന്റ് 1 വാക്കൻസി മാത്രമാണുള്ളത്. ഓഫീസ് അസിസ്റ്റന്റിന്റെ യോഗ്യത എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. SSLC ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രായപരിധിയായിട്ട് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അർഹരായവർക്ക് നിയമാനുസൃതമായ വയസ്സിളവും ലഭിക്കുന്നതാണ്. അത് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോലി ലഭിക്കുന്ന സ്ഥലം, ജോലി സ്ഥലം എന്ന് പറയുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ തിരുവനന്തപുരം ആസ്ഥാന ഓഫീസിലാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുക. ഇനി നമുക്ക് ഇന്റർവ്യൂ വിശദാംശങ്ങൾ കാണാം. ഇന്റർവ്യൂ നടത്തുന്ന തീയതിയായിട്ട് പറയുന്നത് 2026 ഫെബ്രുവരി 4 ബുധനാഴ്ചയാണ്. ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം ജില്ലാ പഞ്ചായത്ത് ഹാൾ, പട്ടം, തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയം രാവിലെ 10 മുതൽ 11 മണി വരെയാണ്. ഇന്റർവ്യൂ ആരംഭിക്കുന്നത് രാവിലെ 11 മണി മുതലാണ്. ഇന്റർവ്യൂവിന് എത്തുമ്പോൾ കൊണ്ടുവരേണ്ട രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം. നിശ്ചിത മാതൃകയുള്ള പൂരിപ്പിച്ച അപേക്ഷ ഫോം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. യോഗ്യതയും വയസ്സ് തെളിയിക്കുന്നതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് ബർത്ത് സർട്ടിഫിക്കറ്റോ 10th പാസ് സർട്ടിഫിക്കറ്റോ ഉണ്ടായിരിക്കണം. സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയും നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനും മറ്റു വിശദവിവരങ്ങളും സംസ്ഥാന വയോജന കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ഫെബ്രുവരി 4 മുമ്പ് രാവിലെ 10 മണിക്ക് മുമ്പായി തന്നെ ഇന്റർവ്യൂവിന് ഹാജരാവാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ അപ്ഡേറ്റുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. ഞാനെടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എന്നാൽ നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.